നാട്ടിൽ ഒരു കൊതുകിനെ കൊല്ലണമെങ്കിലും പിള്ളേർക്ക് ഒരു വയറിളക്കം വന്നാലും ഒരു പനി വന്നാലും ഒരു ആന്റിനേറ്റർ ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആശമാർ വേണം. ആശമാർക്ക് ഒരു കാര്യം വരുമ്പോൾ ആരുമില്ല. ജോലി ഭാരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേദനയില്ല, നിരന്തരം ജോലി. അതാത് മാസമുള്ള വേതനം തരുന്നില്ല. പിന്നെ ഞങ്ങൾ 62 വയസ്സാകുമ്പോൾ ഞങ്ങളുടെ വെറും കൈയോടെ ഇറങ്ങി പോകാൻ പറയുന്നു. ഒരിക്കലും വിശ്വാസമില്ല. ഈ സർക്കാർ ഞങ്ങളുടെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ വോട്ട് വാങ്ങിച്ചാൽ അവർ ജയിച്ചത്. ഞങ്ങളിട്ട് വോട്ടൊക്കെ ഒന്ന് തിരിച്ചു തരാൻ പറ, എന്നിട്ട് അവരേക്ക് ഇറങ്ങി പോകാൻ പറ. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം, രാപ്പകൽ സമരം, അതിശക്തമായ സമരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ എവിടുന്നാണ് വരുന്നത്? കൊളത്തൂർ പൊഴിയൂർ PHSC ആശാ വർക്കറാണ്. എത്ര വർഷമായ? 2007 ഞങ്ങൾ ആശാ വർക്കറായിട്ട് കയറിയതാണ്. അതെ, ഇപ്പോൾ ഞങ്ങൾക്ക് ശമ്പളം തരുന്നില്ല. 3 മാസത്തെ കുടിശ്ശികയുണ്ട്. നാട്ടിൽ ഒരു കൊതുകിനെ കൊല്ലണമെങ്കിലും പിള്ളേർക്ക് ഒരു വയറിളക്കം വന്നാലും ഒരു പനി വന്നാലും ഒരു ആന്റിനേറ്റർ ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആശമാർ വേണം. ആശമാർക്ക് ഒരു കാര്യം വരുമ്പോൾ ആരുമില്ല. 62 വയസ്സായ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? വീട്ടിലാരൊക്കെ? എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡിന് പിന്നെ മഞ്ഞപ്പിത്തമൊക്കെ വന്ന് പിന്നെ ഷുഗറും BP ഒക്കെ കൂടുതലായി കൂലിപ്പണിക്കൊന്നും പോകാൻ കഴിയില്ല. ഒരു ചെറിയ വീടുമുണ്ട്, ഞാനും ഉണ്ട്. ഈ കിട്ടുന്ന വേതനം വെച്ച് ഞങ്ങൾക്ക് 2 പേർക്കും മരുന്ന് വാങ്ങണം. എനിക്ക് BPക്കുള്ള ഗുളിക തന്നെ 3000 രൂപയാവും ഒരു മാസം. ഗവൺമെൻറ് ആശുപത്രിയിലെ ഗുളിക കഴിച്ചാലൊന്നും എനിക്ക് സുഖമാവില്ല. എൻ്റെ ചേട്ടനും എനിക്കും വെളിയിൽ നിന്ന് എടുക്കണം ഷുഗറിന് കൂടിയ ഗുളിക. ആശുപത്രിയിൽ നിന്ന് കിട്ടണമായാലും ഒരു നേരം 3 ഗുളിക വെച്ച് കഴിക്കണം. വെളിയിൽ നിന്ന് ഒരു ഐറ്റം ഗുളിക എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഗുളികളൊക്കെ എടുത്ത് കഴിച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ ചിലവിന് വലിയ കഷ്ടപ്പാടാണ്. പകുതി പൈസ കിട്ടണതിൽ പകുതിയും ഗുളിക വാങ്ങിപ്പോകും. വളരെ മോശമായ സാഹചര്യം തന്നെയാണ്. ചേച്ചി ഞാൻ നെയ്യാറ്റിൻകരയിൽ പെരുമ്പഴൂർ PHSC. ഞങ്ങൾ കയറിയിട്ട് 17 വർഷമായി. 17 വർഷമായി. ജോലിയാണ് ജോലി ഭാരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേദനയില്ല, നിരന്തരം ജോലി. ഞങ്ങൾക്ക് ഒരു ആവശ്യങ്ങൾക്കും പോകാൻ പറ്റൂല, ഒന്നിനും പറ്റൂല. ഞങ്ങൾക്ക് ഒരു അത്യാവശ്യത്തിന് പോലും ജസ്റ്റ് ലീവ് പോലും എടുക്കാൻ പറ്റൂല. ഒരു മരണം വന്നാൽ പോകാൻ പറ്റൂല, ഒരു കല്യാണം വന്നാൽ പോകാൻ പറ്റൂല. നമ്മുടെ വ്യക്തിപരമായ ഒരു ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ നിരന്തരം ജോലി. എങ്കിൽ ഞങ്ങൾ പോകൂല എന്ന് പറഞ്ഞാൽ അന്നത്തെ ഓണറേറി എല്ലാം കട്ട് ചെയ്യും. അതാണ് ഈ അവസ്ഥ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ 4 മാസത്തോളം ആയി ഞങ്ങളുടെ ഇൻസെന്റീവും ഓണറേറിയും ലഭിച്ചിട്ട്. അങ്ങനെ ഞങ്ങള് നിരന്തരമായ സമരത്തിലൂടെയാണ് ഓരോ കാര്യവും നേടിയെടുത്തിട്ടുള്ളത്. ഇനിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞാൻ ജോലി കയറിയിട്ട് 14 വർഷമായി. ഇപ്പം അന്ന് നല്ല ഓടി നടന്നു. ഇന്നിതാ കാലിൽ നീരും കയറി അവശതയാണ്. എന്നിട്ടും ഞങ്ങൾ ഓടി ജോലി ചെയ്യണം. അതാത് മാസമുള്ള ഞങ്ങൾക്കുള്ള വേതനം തരുന്നില്ല. പിന്നെ ഞങ്ങൾ 62 വയസ്സാകുമ്പോൾ ഞങ്ങളുടെ വെറും കൈയോടെ ഇറങ്ങി പോകാൻ പറയുന്നു. ഞങ്ങൾക്ക് അത് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റൂല. ഞങ്ങളെ നല്ല കാലം അത്രയും ഇതിനു വേണ്ടി കിടന്ന് പ്രയത്നിച്ചിട്ട് വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. ഞങ്ങൾ പോകില്ല. ഞങ്ങൾക്ക് വീട്ടുകാരും ഞങ്ങളും എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് അന്നന്ന് വേല ചെയ്ത് അന്നന്ന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി കണ്ണു തുറക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ മരണം വരെ ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ. സർക്കാരിൽ പ്രതീക്ഷയുണ്ടോ? നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനം എടുക്കും? സർക്കാരിൽ പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത്. പ്രതീക്ഷ ഉണ്ടാക്കണം, അതാണ് ഞങ്ങളെ ലക്ഷ്യം. ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ഇതിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ഈ പാർട്ടിയുടെ ആളുകളില്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ഒരു അവസ്ഥ അല്ല, എന്നിട്ട് നമുക്ക് ഒരു ആനുകൂല്യം തരണില്ല. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോട്ടുകാര്. എത്ര വർഷമായി? ഞാൻ 32 വർഷമായി. 32 വർഷമായി. ഇതുപോലെ ഒരു അവസ്ഥ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇതുപോലെ വന്നിട്ടുണ്ട്. ആശമാരായ മുമ്പേ ഞങ്ങൾ MSSൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടുകാല് PHC. അതെ, ഞങ്ങൾ ആദ്യം MSSൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പം 18 വർഷമായി നമ്മൾ ആശ ഏറ്റെടുത്തിട്ടുള്ളത്. മുന്നേ MSSൽ പ്രവർത്തിച്ചവരാണ് ഇപ്പോഴും ആശ വർക്കറായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നിശ്ചിതമായി ചിലരെ മാത്രം ഇപ്പോഴല്ലാതെ കയറിയിട്ടുള്ളതേ ഉള്ളൂ. അല്ലാതെ പണ്ടുള്ളവരാണ് ഇതെല്ലാവരും. പക്ഷേ നമുക്ക് ഭയങ്കര ജോലി ഭാരമാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും അവർക്ക് റിപ്പോർട്ട് കൊടുക്കണം. പിന്നെ
എല്ലാന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളത് പിന്നെ വിളിച്ചു പറഞ്ഞു കൊടുക്കണം, ചെന്ന് ഫോളോ അപ്പ് ചെയ്യണം, ഇഞ്ചക്ഷൻ പ്രതിരോധത്തിൻ്റെത്, പാലിയേറ്റീവ് ഉണ്ട്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒരു വാർഡ് കംപ്ലീറ്റ് ഉണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതും കൂടെ എൻ്റെ ഏൽപ്പിച്ചു. അങ്ങനെ ഭയങ്കര ജോലി. നമുക്ക് വീട്ടിൽ പോലും സമയത്ത് ആഹാരം വയ്ക്കാനും പോലും രാവിലെ ഇറങ്ങിയ വൈകുന്നേരം വരെ വരണം. പിന്നെ അത് പോയിട്ട് നമ്മുടെ ഹസ്ബൻഡൊക്കെ വഴക്ക് പറയാണ്, ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്യും, നിങ്ങൾക്ക് എത്ര രൂപ അത് കിട്ടണം, ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ 3 മാസത്തെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുപോലെ തരാത്തൊന്നാണ് ഇത് ഇറങ്ങിയത്. പിന്നെ അത് പോയിട്ട് 62 വയസ്സാകുമ്പോൾ നമ്മൾ ചുമ്മാ ഇറക്കി വിടയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി കാണണം. എന്ന് വെച്ചാൽ നമുക്ക് 5 ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും വർഷം കൊണ്ട് പ്രവർത്തിച്ചിട്ട് നമുക്കിതുവരെ ഒന്നുമില്ലാതെ നമ്മൾ ഇറങ്ങി പോവേണ്ടി വരില്ലേ. ആദ്യം വെറും 500 രൂപയായിരുന്നു, പിന്നെ 1000 ആയി, പിന്നെ അങ്ങനെയാണ് നമ്മൾ കൂട്ടിയാണ് ഇതേപോലെ സമരം ചെയ്താണ് ഇതുവരെ വന്നെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ എന്തെങ്കിലും ഒരു നമുക്കൊരു വേതനമല്ല, പെൻഷൻ കിട്ടൂലെന്നറിയാം. ഇവരിപ്പം പെൻഷൻ കൊടുക്കൂലല്ലോ. അപ്പം നമുക്ക് ഈ 5 ലക്ഷം രൂപ കിട്ടണമെന്നാണ്, ഈ 62 വയസ്സാകുമ്പോഴും നമുക്ക് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ജോലിഭാരം കൂടുതലാന്ന് പറയുന്നത്, അതിനനുസരിച്ച് ശമ്പളം ഉണ്ടോ? ജോലിഭാരം കൂടുന്നതനുസരിച്ച് ശമ്പളമൊന്നും ഇല്ല. പക്ഷേ ജോലി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ 94 മുതൽ ഇങ്ങനെ ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ആളാണ്. അപ്പം ആദ്യം MSSൽ പ്രവർത്തിച്ചു, അടുത്ത് ആശയിൽ കയറി. അപ്പം 94 മുതൽ ഇങ്ങനെ പ്രവർത്തിച്ചു വരെയാണ്. ഞങ്ങൾ പോയി കുത്തിവയ്പ്പൊക്കെ പറഞ്ഞ പിള്ളേർ, അപ്പോൾ കുഞ്ഞായിരുന്ന പിള്ളേർ ഇപ്പം വളർന്ന് വലുതായി, അവർ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കൾക്കും കുത്തിവയ്പ്പ് പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചോരയും നീരും എല്ലാം ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലാം ഊറ്റി തീരാറായി. അപ്പോൾ ഇനി 62 വയസ്സാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെൻഷൻ 5 ലക്ഷം രൂപ തന്ന് ഞങ്ങളെ പറഞ്ഞു വിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. പിന്നെ ഞങ്ങൾക്കൊരു 3 മാസം കൊണ്ട് ശമ്പളം കിട്ടുന്നില്ല, ഓണറേറിയം കിട്ടുന്നില്ല. അപ്പോൾ അതും നമുക്ക് തരണം. അതാത് മാസം നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ തരണം എന്നാണ്. കാരണം ലോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലോൺ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ പലിശ ഇനത്തിൽ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ കൊണ്ടു കൊടുക്കുമ്പോൾ പലിശ തന്നെ ഒരുപാട് പോകുന്നുണ്ട്. പിന്നെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള കാര്യം അത് അവർ പിന്നെ ഓരോ മാസവും തന്നാൽ വളരെ ഉപകാരമായിരിക്കും. എന്തായാലും നിരവധി അമ്മമാരാണ് ഇവിടെ, ആശമാരാണ് ഇവിടെ സമരത്തിനായി ഇരിക്കുന്നത്. 4-ാം ദിവസം പിന്നിടുകയാണ്. 18 വർഷമായി മക്കളെ, 18 വർഷം കൊണ്ട് ആശാവർക്കർ ജോലി ചെയ്യണേ. ഞങ്ങൾ ഈ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എല്ലാ വീടാന്തരം കയറി ഇറങ്ങണം. എന്നിട്ട് നമ്മൾ ഈ ഒരാൾക്ക് കോവിഡ് ബാധിച്ചാൽ അവരെ മൊത്തം ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമ്മുടെ കൈയിട്ട ക്ലൗസർ പോലും ഒന്ന് ഊരാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോഴത്തേന് വിളി വരും പഞ്ചായത്തിൽ നിന്ന്, അവർക്ക് റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ ആഹാരം പോലും കഴിക്കാതിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ പോലീസിൽ നിന്ന് വിളി വരും, അവർക്ക് കൊടുക്കണം. ഉടനെ നമ്മൾ ആശുപത്രി റിപ്പോർട്ട് അയക്കണം. ഇതെല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇവർ എഴുതി വായിച്ചുകൊണ്ട് ഇവിടെ 8 മണിയാകുമ്പം മുഖ്യമന്ത്രി വന്ന് വായിക്കുന്നത്. നമ്പർ 1 കേരളമാണ്, ആരോഗ്യമാണ്, സുരക്ഷമാണെന്നൊക്കെ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന കണക്കാണ് ഇതെല്ലാം. നമ്മൾ കൊടുക്കുന്ന കണക്കാണ്. നമ്മൾ ഒരു ദിവസം ഇത് പോയില്ല എങ്കിൽ ഇവിടെ ഒരു സുരക്ഷിതയില്ലെന്നേ അവർ പറയുള്ളൂ. അപ്പോൾ നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്തി നമുക്ക് തുച്ഛമായ വേതന 7000 രൂപയാണ് കിട്ടുന്നത്. അതെങ്കിലും മാസം തന്നെങ്കിൽ എത്രയോ വീട് പട്ടിണിയായ കുടുംബങ്ങൾ. ഞാനൊരു വിധവയാണ്. അങ്ങനെ എത്രയോ വിധവമാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഏറ്റവും താഴെ തട്ടി കിടക്കുന്ന വരുന്നയാളാണ് ഈ ആശാവർക്കറായിട്ട് കയറിയത്. അവർ പറഞ്ഞ ആദ്യം 1000 രൂപ ശമ്പളം. 1000 രൂപ അന്ന് നമുക്ക് ഇത്ര ജോലി ഭാരമില്ലായിരുന്നു. ഇന്ന് എല്ലാം നമ്മുടെ സ്വന്തം പൈസ മുടക്കി നമ്മൾ മൊബൈലിലെടുത്തിട്ട് ശൈലി ആപ്പ് ചെയ്യണം. 1-ാം ശൈലി ചെയ്ത് തീർന്നു, 2-ാം ശൈലിയായി. ഇപ്പോൾ സർവേ, കുഷ്ഠരോഗ സർവേ എല്ലാം നമ്മൾ വീടാന്തരം കയറി ഇറന്ന് ഈ എരിയുന്ന വെയിലത്ത് സർക്കാർ പറഞ്ഞ എന്താ 11 മണി കഴിഞ്ഞാൽ വെയിൽ കൊള്ളരുതെന്ന്. തൊഴിലുറപ്പുകാർക്ക് 400 രൂപ ശമ്പളമാക്കി, മാറ്റിന് 750 രൂപ ശമ്പളമാക്കി. നമുക്ക് ഒരു ദിവസം 200 രൂപ ശമ്പളം. നമ്മൾ ഇരുട്ട വിളക്ക രായും പകലും ഈ എരിയുന്ന വെയിലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇപ്പം ഈ കുഷ്ഠരോഗ സർവേ എല്ലാ വീട്ടിലും നമ്പറിടണം. ആ നമ്പറിടാൻ നമ്മൾ എരിയുന്ന വെയിലത്ത് പോയി വീട്ടിൽ വരുമ്പോൾ തളർന്ന് നമ്മുടെ വീട്ടിൽ ആഹാരം വേണ്ട കഴിക്കാൻ. അതുപോലെ ഇല്ലാത്ത എത്രയും ആശമാരുണ്ട്. അപ്പം നമ്മുടെ കണ്ണീരിനൊന്നും യാതൊരു വിലയും നമ്മുടെ സർക്കാർ കൽപ്പിക്കുന്നില്ല. അത് നമ്മളെ ചെയ്യുന്ന വലിയ അന്യായമായ ഒരു പ്രവൃത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും. സർക്കാരിൽ വിശ്വാസമുണ്ടോ? എന്താ ഈ സർക്കാരിൽ വിശ്വാസം? ഒരിക്കലും വിശ്വാസമില്ല. ഈ സർക്കാരിന് ഞങ്ങളെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ വന്നിരിക്കുന്ന ആശാന്മാർ പല രാഷ്ട്രീയത്തിലുള്ളവരാണ്. അപ്പം എല്ലാവരെയും വിശ്വാസം നഷ്ടപ്പെട്ടു ഇപ്പം നമ്മുടെ സർക്കാരിനെ കുറിച്ച്. വോട്ടിട്ട് വിജയിപ്പിച്ച മന്ത്രിമാര് അവരുടെ വീടുകളിൽ ചെന്ന് നോക്കണം ഒരു വീട്ടിൽ എത്ര വേലക്കാരുണ്ടെന്ന്. ഒരു വേലക്കാരിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അച്ഛനെ നോക്കാൻ ഒരാൾ, അമ്മയെ നോക്കാൻ ഒരാൾ, മലക്കറി വാങ്ങിക്കാൻ ഒരാൾ, മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒരാൾ, പിന്നെ തൂക്കാൻ ഒരാൾ. അങ്ങനെ 5-6 ജോലിക്കാർ ഒരു മന്ത്രിയുടെ വീട്ടിൽ കാണും. ആ ഒരാൾക്ക് 15,000 രൂപ വെച്ച് അവർ ശമ്പളം കൊടുക്കുന്നു. നടക്കുന്ന കാര്യമാണ് കേരളത്തിൽ. അപ്പം മന്ത്രിമാരൊക്കെ ഭയങ്കര, നമ്മുടെ വോട്ട് വാങ്ങിച്ചാൽ അവർ ജയിച്ചത്. ഞങ്ങളിട്ട വോട്ടൊക്കെ അങ്ങ് തിരിച്ചു തരാൻ പറ, എന്നിട്ട് അവരേക്ക് ഇറങ്ങി പോകാൻ പറ. സാധാരണക്കാരാണ് ഞങ്ങൾ നിവർത്തിയേട് കൊണ്ടാണ് ഈ ജോലിക്കൊക്കെ കയറി ഇറങ്ങുന്നത്. നമുക്ക് കുടുംബമുണ്ട്,
എത്രയോ പേര് ഫീസ് അടയ്ക്കാനില്ലാതെ ഈ ഇവിടെ വന്നിരുന്ന് കരയുന്നു. ഒരു മാസം ഒരു ഗ്യാസ് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല. നിവർത്തിയേട് കൊണ്ടാണ് ഈ ജോലിക്ക് ഇറങ്ങി വരുന്നത്. നമുക്ക് ആദ്യം തന്നത് കൊതുകിനെ പിടിക്കണം, പിന്നെ അമ്മയുടെയും കുഞ്ഞിനെയും കാര്യങ്ങൾ നോക്കണം. ഇപ്പം അതല്ല. ഇപ്പം കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ ജോലിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കും, വില്ലേജിൽ നിന്ന് വിളിക്കും. പിന്നെ ആരെങ്കിലും ലോൺ എടുത്തിട്ട് അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ നമ്മളെ വിളിക്കും. അത്രമാത്രം ആശമാർ ജനങ്ങളിലോട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ ഇവർക്ക് മാത്രം ഇവർ ആശമാരുള്ളത് കൊണ്ടാണ് അങ്ങ് പോയി അവാർഡ് വരെ വാങ്ങിച്ചത്. അല്ലെങ്കിൽ അവാർഡൊന്നും ഇവർക്ക് കിട്ടത്തില്ല. ഇനിയും പോകും ഇവരെ ഇനിയും ഞങ്ങൾ പറഞ്ഞേക്കും. കാര്യം അത്രമാത്രം ഞങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യും. പക്ഷേ ഇവർ ഞങ്ങളുടെ അതുപോലെ ആത്മാർത്ഥത കാണിക്കണം. പോളിയോ ജനിച്ചപ്പോഴും 75 രൂപ, പോളിയോ മരിക്കാറായി ഇപ്പോഴും 75 രൂപയ്ക്ക് ഒരു കുറവ്. രാവിലെ 8 മണി തൊട്ട് 5 മണി വരെ ഞങ്ങൾ അവിടെ ഇരിക്കണം. 75 രൂപ. ഫീൽഡിൽ 3 ദിവസം പോകണം, അതിന് 75 രൂപ. എന്താ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഈ ക്രൂരത? ഈ മന്ത്രിമാരൊക്കെ ക്രൈറ്റീരിയ വെച്ചാണ് അവിടെ അവർ വർക്ക് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവര്? ഞങ്ങൾക്ക് ആശമാർക്ക് മാത്രം ക്രൈറ്റീരിയ. ആശമാർ അത് ചെയ്തില്ലെങ്കിൽ 700 രൂപ പോകും, ഇത് ചെയ്തില്ലെങ്കിൽ ഇവരൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇവർക്ക് എന്ത് ക്രൈറ്റീരിയ? ഇവരും ക്രൈറ്റീരിയ വെച്ച് ജീവിക്കട്ടെ. ഞങ്ങൾക്ക് തരേണ്ടതൊന്നും സേവനങ്ങളൊന്നും തരുന്നില്ല ഇവര്. അപ്പോൾ അവർ ആ ക്രൈറ്റീരിയ വെച്ച് തന്നെ അവരും ജീവിക്കണം. എല്ലാ വിഭാഗങ്ങൾക്കും ക്രൈറ്റീരിയ വെക്കണം. ഞങ്ങൾ ആദ്യം 1-2 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് 24 മണിക്കൂറും ജോലിയാണ്. ഇവിടെ നിന്ന് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് ജോലി, ഉടനെ ഫോൺ വിളി, കുട്ടികളുടെ ഇഞ്ചക്ഷൻ്റെ കാര്യത്തിനല്ലാത്ത ഞങ്ങൾ അത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നു. ആശമാർക്ക് വെയിലില്ല, മഴയില്ല, കൊടുങ്കാറ്റ് വന്നാലും ആശമാർ ഫീൽഡിലാണ്. ദയവേത് ഈ ക്രൈറ്റീരിയ എടുത്ത് മാറ്റി ഞങ്ങളെ ഒന്ന് ഈ മന്ത്രിസഭ ഇറങ്ങുന്നതിന് മുമ്പേ, മന്ത്രിസഭ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് തന്നില്ല ഒരു കാര്യവുമില്ല. ഇവർ ഇറങ്ങുന്നതിന് മുമ്പേ ഇവർ അംഗീകരിച്ച് ഞങ്ങൾക്ക് ശമ്പളം, ഞങ്ങൾക്ക് ഇവർ ഓണറേറി എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് ദൂരെ എറിഞ്ഞിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശമ്പളം തന്നെ തരണം. ഇവർ ചെയ്യുന്നതിൻ്റെ 4 ഇരട്ടി ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ വീട്ടിലെ ഒരു ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. ഇവരുടെ വീട്ടിലെ ഒരു ജോലിക്കാരിക്ക് കൊടുക്കുന്ന ശമ്പളമെങ്കിലും ഞങ്ങൾക്ക് തരണം. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായാലും വളരെ വേദനാജനകമായ, നെഞ്ചിൽ തട്ടുന്ന വാക്കുകളാണ് ആശാ വർക്കർമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിരവധി നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഏകദേശം 500-ൽ പരം കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ആശാ വർക്കർമാർ ഇവിടെ രാപ്പകൽ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തന്നെ അടുപ്പ് കൂട്ടിക്കൊണ്ട് അവിടെ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ പാചകം ചെയ്തുകൊണ്ടാണ് ഇവർ സമരമുറയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ന് 4ാം ദിവസം പിന്നിട്ടിരിക്കുന്നു. എന്തായാലും ഇവരുടെ ആവശ്യം നമ്മുടെ സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷ ഇവർക്കില്ല എന്നുള്ള സൂചനയും ഇവർ പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും ഇവർ ഇവിടെ സമരമുറ ഘടിപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇവർ സമരമുറ ഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്നാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട മന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പോൾ തിരിഞ്ഞ് കൊത്തിയിരിക്കുന്നു. ഇനിയെങ്കിലും അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കണം എന്നാണ് അവർ പറയുന്നത്. ഈ മന്ത്രിസഭ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് തന്നെയാണ് ആശമാർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.